പ്രകൃതിയുടെ മടിത്തട്ടിൽ ശാന്തമായി ഉറങ്ങിക്കിടക്കുന്ന പച്ചപ്പുതപ്പണിഞ്ഞ ഒരു കൊച്ചു ഗ്രാമമായിരുന്നു ഹരിപുരം. എങ്ങോട്ട് തിരിഞ്ഞാലും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും അവയ്ക്ക് കാവലായി നിൽക്കുന്ന അതിരുകളില്ലാത്ത തെങ്ങിൻ തോപ്പുകളും ആ ഗ്രാമത്തിന്റെ സൗന്ദര്യത്തിന് എക്കാലത്തും മാറ്റുകൂട്ടി. ആ ഗ്രാമത്തിലെ ഏറ്റവും നിഷ്കളങ്കയായ പെൺകുട്ടിയായിരുന്നു ഗൗരി. നഗരത്തിന്റെ പളപളപ്പോ ഉയർന്ന വിദ്യാഭ്യാസമോ അവൾക്കില്ലായിരുന്നു. എങ്കിലും സ്നേഹം നിറഞ്ഞ അവളുടെ പെരുമാറ്റവും മുതിർന്നവരോടുള്ള അതിരിട്ട ആദരവും ഹരിപുരത്തെ ഗ്രാമവാസികൾക്കെല്ലാം അവളെ പ്രിയപ്പെട്ടവളാക്കി. ഗ്രാമത്തിലെ ചെറിയൊരു സർക്കാർ പള്ളിക്കൂടത്തിൽ നിന്നുമാണ് ഗൗരി 12ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനുമപ്പുറം അവളെ നഗരത്തിൽ വിട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി അവളുടെ അച്ഛനായ മാധവൻ ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ കർഷകനായ മാധവൻ സ്വന്തം ചോര നീരാക്കിയാണ് ആ ചെറിയ കുടുംബം പോറ്റിയിരുന്നത്. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട ഗൗരിക്ക് അച്ഛൻ മാത്രമായിരുന്നു ലോകം. ഇല്ലായ്മകൾക്കിടയിലും മകളെ ഒരു കുറവും അറിയിക്കാതെയാണ് അദ്ദേഹം വളർത്തിയത്. അവളുടെ വലിയ കണ്ണുകളിൽ എപ്പോഴും നന്മയുടെയും സ്നേഹത്തിന്റെയും തിളക്കമുണ്ടായിരുന്നു. നാട്ടിൻപുറത്തെ സാധാരണ പെൺകുട്ടികളെ പോലെ ഒരു നല്ല കുടുംബത്തിൽ ചെന്ന് കയറണമെന്നും ഭർത്താവിനെയും കുടുംബത്തെയും ജീവന തുല്യം സ്നേഹിച്ച് ഒരു സാധാരണ ജീവിതം നയിക്കണമെന്ന് മാത്രമായിരുന്നു ആ പാവം പെൺകുട്ടിയുടെ ഏക സ്വപ്നം. അവൾക്ക് ലോകമെന്നാൽ ആ കൊച്ചു ഗ്രാമവും അവിടുത്തെ കുറച്ച് മനുഷ്യരും മാത്രമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഗൗരിയുടെ ശാന്തമായ ജീവിതത്തിലേക്ക് ആ വലിയ വഴിത്തിരിവ് സംഭവിക്കുന്നത്. നഗരത്തിലെ ഏറ്റവും പ്രശസ്തവും സമ്പന്നവുമായ ഒരു കുടുംബത്തിൽ നിന്നും അവൾക്കൊരു വിവാഹാലോചന വന്നു. ആ കുടുംബത്തിലെ ഏക മകനായ അരവിന്ദ് രാജ്യത്തെ ഏറ്റവും കഠിനമായ സിവിൽ സർവീസ് പരീക്ഷ ഉന്നത വിജയത്തോടെ പാസ്സായി IPS ഉദ്യോഗസ്ഥനായി മാറിയ സമയമായിരുന്നു അത്. അത്രയും വലിയൊരു ഉദ്യോഗസ്ഥന് എന്തിനാണ് തങ്ങളുടെ പാവം ഗൗരിയെ ചോദിക്കുന്നത് എന്നോർത്ത് മാധവൻ ആദ്യം അമ്പരന്നു. സത്യത്തിൽ അതൊരു സ്വപ്നമാണോ എന്ന് പോലും അദ്ദേഹം സംശയിച്ചു. എന്നാൽ അരവിന്ദിന്റെ മാതാപിതാക്കളുടെ ആവശ്യം മറ്റൊന്നായിരുന്നു. തങ്ങളുടെ മകന് പത്നിയായി നഗരത്തിലെ ആധുനിക ജീവിതശൈലിയിലുള്ള ഒരു പെൺകുട്ടിയെ അവർക്ക് ആവശ്യമില്ലായിരുന്നു. കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും മുതിർന്നവരെ ബഹുമാനിക്കാനും കുടുംബത്തെ ഒന്നിച്ചു കൊണ്ടുപോകാനും കഴിയുന്ന നാടൻ ശീലങ്ങളുള്ള ഒരു തനി നാട്ടിൻപുറത്തുകാരിയെ ആയിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ ഗൗരിയാണ് അതിനെ ഏറ്റവും അനുയോജ്യയായ പെൺകുട്ടി എന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. മാധവന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ മകൾക്ക് ഇതിലും വലിയൊരു ഭാഗ്യം ലഭിക്കാനില്ലെന്ന് അദ്ദേഹം കരുതി. സന്തോഷാശ്രുക്കളോടെയാണ് അദ്ദേഹം ആ വലിയ മനുഷ്യർക്ക് മുന്നിൽ കൈകൂപ്പിയത്. വളരെ ഗംഭീരമായി തന്നെ ഗൗരിയുടെയും അരവിന്ദിന്റെയും വിവാഹം നടന്നു. ഹരിപുരം ഗ്രാമം അതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആഘോഷമായിരുന്നു അത്. സ്വർണവും പട്ടുമണിഞ്ഞ് നാണത്താൽ ചുവന്ന മുഖത്തോടെ അരവിന്ദിന്റെ കൈപിടിച്ച് ഗൗരി പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു. യാത്രയാകുമ്പോൾ പിന്നിലേക്ക് നോക്കി അച്ഛനെ കണ്ട് അവൾ വിതുമ്പി കരഞ്ഞു. ഭർത്താവിനോടുള്ള അടങ്ങാത്ത സ്നേഹവും വരാനിരിക്കുന്ന സുന്ദരമായ ദിനങ്ങളെക്കുറിച്ചുമുള്ള ആയിരക്കണക്കിന് സ്വപ്നങ്ങളുമായാണ് അവൾ ആ വലിയ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയത്. വിവാഹത്തിന്റെ ആദ്യ നാളുകൾ ഒരു സുന്ദരമായ സ്വപ്നം പോലെയാണ് കടന്നുപോയത്. അരവിന്ദ് തന്റെ ട്രെയിനിങ് തിരക്കുകളിലായിരുന്നു. ഗൗരി ആ വലിയ വീടിന്റെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാൻ ശ്രമിച്ചു. ഭർത്തൃമാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ അവൾ ശുശ്രൂഷിച്ചു. അവളുടെ സ്നേഹവും പരിചരണവും ആ വീടിനെ കൂടുതൽ പ്രകാശമാനമാക്കി. തനിക്ക് ലഭിച്ച സൗഭാഗ്യത്തിൽ അവൾ ദിവസവും ദൈവത്തോട് നന്ദി പറഞ്ഞു. തന്റെ ഭർത്താവ് വലിയൊരു പോലീസുകാരനാണെന്നത് അവളിൽ അങ്ങേയറ്റത്തെ അഭിമാനം നിറച്ചു. എന്നാൽ യഥാർത്ഥ മാറ്റങ്ങൾ തുടങ്ങുന്നത് അരവിന്ദിന്റെ IPS ട്രെയിനിങ് പൂർത്തിയായതിനു ശേഷമാണ്. നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ടതും VIP-കളുടെ സാന്നിധ്യമുള്ളതുമായ ഒരു വലിയ ജില്ലയുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായി അവന് പോസ്റ്റിംഗ് ലഭിച്ചു. അധികാരത്തിന്റെ ദണ്ട് കൈകളിൽ എത്തിയതോടെ അരവിന്ദിന്റെ ലോകം അടിമുടി മാറിമറിഞ്ഞു. നഗരത്തിലെ വൻകിട ബിസിനസ്സുകാർ, രാഷ്ട്രീയ നേതാക്കൾ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങി സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ളവരുമായിട്ടായി അവന്റെ സൗഹൃദം. അവന്റെ ചുറ്റുമുള്ളവരൊക്കെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ആധുനിക ജീവിതശൈലി നയിക്കുന്ന ഹൈ സൊസൈറ്റി മനുഷ്യരായിരുന്നു. വലിയ വലിയ കോക്ടെയിൽ പാർട്ടികളും ഔദ്യോഗിക വിരുന്നുകളും ഉന്നതതല മീറ്റിങ്ങുകളും അവന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറി. ഈ പുതിയ ലോകത്ത് ഗൗരി തീർത്തും ഒറ്റപ്പെടാൻ തുടങ്ങി. അധികാരത്തിന്റെയും പ്രതാപത്തിന്റെയും പളപളപ്പിൽ മങ്ങിയ അരവിന്ദിന് തന്റെ നാട്ടിൻപുറത്തുകാരിയായ ഭാര്യ ഒരു വലിയ കുറവായി തോന്നി തുടങ്ങി. വലിയ പൊട്ടും തൊട്ട് കോട്ടൺ സാരി എടുത്ത് തനി നാടൻ ശൈലിയിൽ മലയാളം മാത്രം സംസാരിക്കുന്ന ഗൗരിയെ തന്റെ സുഹൃത്തുക്കൾക്കിടയിൽ അവതരിപ്പിക്കാൻ അവന് അപകർഷതാബോധം തോന്നി. വീട്ടിൽ നടക്കുന്ന വലിയ ഔദ്യോഗിക പാർട്ടികളിൽ അരവിന്ദിന്റെ സുഹൃത്തുക്കളുടെ ഭാര്യമാർ ഇംഗ്ലീഷിൽ സംസാരിക്കുകയും ആധുനിക വസ്ത്രങ്ങൾ ധരിച്ച് വിലസുകയും ചെയ്തപ്പോൾ ഗൗരി അടുക്കളയിലോ തന്റെ മുറിയുടെ കോണിലോ ഒതുങ്ങിക്കൂടി. ഇംഗ്ലീഷ് വാക്കുകൾ മനസ്സിലാകാതെ അവൾ പലപ്പോഴും അവരുടെ മുന്നിൽ പകച്ചു നിന്നു. അവളുടെ കണ്ണുകളിലെ നിഷ്കളങ്കത കാണാൻ നഗരത്തിലെ ആ മനുഷ്യർക്ക് കഴിഞ്ഞിരുന്നില്ല. അവർ അവളെ ഒരു അപരിചിതയെ പോലെ, ചിലപ്പോഴൊക്കെ ഒരു തമാശ പോലെയാണ് നോക്കിക്കണ്ടത്. പതുക്കെ പതുക്കെ അരവിന്ദിന്റെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവൻ അവളോട് സംസാരിക്കുന്നത് കുറച്ചു. സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് പകരം കുറ്റപ്പെടുത്തലുകൾ മാത്രമായി. നിനക്ക് എന്റെ ഈ പുതിയ ജീവിതമായി ഒത്തുപോകാൻ കഴിയില്ല. നീ ഒരു നാട്ടിൻപുറത്തുകാരിയായി തന്നെ ജീവിക്കാനാണ് ജനിച്ചത്. എനിക്ക് നിന്നെ കൊണ്ട് നാണക്കേട് മാത്രമേ ഉള്ളൂ.
എന്ന് അവൻ പലപ്പോഴും അവളെ നോക്കി കഠിനമായ വാക്കുകളിൽ പരിഹസിച്ചു. മറ്റു ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുമായി ഗൗരിയെ അവൻ എപ്പോഴും താരതമ്യം ചെയ്തു. ഏതെങ്കിലും പൊതുചടങ്ങുകളിലോ പാർട്ടികളിലോ ഗൗരിയെ കൊണ്ടുപോകുന്നത് അവൻ പൂർണ്ണമായും അവസാനിപ്പിച്ചു. ആ വലിയ വീടിന്റെ ഇരുണ്ട ചുവരുകൾക്കുള്ളിൽ ഗൗരിയുടെ ലോകം ചുരുങ്ങി. അവളുടെ ഏകാന്തത ആരും കണ്ടില്ല, അറിഞ്ഞില്ല. എങ്കിലും അവൾ പരാതിപ്പെട്ടില്ല. തന്റെ ഭർത്താവിന്റെ വലിയ തിരക്കുകളും പദവിയുടെ വലുപ്പവും കൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവൾ സ്വയം വിശ്വസിപ്പിച്ചു. തനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും തന്റെ സ്നേഹവും പരിചരണവും കൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ആ പാവം പെൺകുട്ടി ആത്മാർത്ഥമായി കരുതി. അതിനായി അവൾ കൂടുതൽ കൂടുതൽ സ്നേഹം നൽകാൻ ശ്രമിച്ചു. തന്റെ കുറവുകൾ നികത്താൻ അവൾ പുസ്തകങ്ങൾ വായിക്കാനും മറ്റും ശ്രമിച്ചു നോക്കി. എന്നാൽ അധികാരത്തിന്റെ ലഹരി ഒരു മനുഷ്യന്റെ കണ്ണുകളെ എത്രത്തോളം അന്ധമാക്കുമെന്നും മനസ്സിനെ എത്രത്തോളം കഠിനമാക്കുമെന്നും അവൾ അറിഞ്ഞിരുന്നില്ല. താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവിന് താനൊരു വലിയ ബാധ്യതയായി മാറിക്കഴിഞ്ഞുവെന്ന സത്യം ആ പാവം പെൺകുട്ടി തിരിച്ചറിയാൻ ഇനിയും സമയമെടുക്കുമായിരുന്നു. അകലങ്ങൾ അവൾ പോലും അറിയാതെ അവർക്കിടയിൽ ഒരു വലിയ മതിലായി വളരുകയായിരുന്നു. ഇരുണ്ടതും ഭയാനകവുമായ ഒരു രാത്രി ഗൗരിയുടെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും എന്നേക്കുമായി തച്ചുടയ്ക്കാൻ കാത്തിരിപ്പുണ്ടായിരുന്നുവെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ആ വലിയ വീടിന്റെ ഏകാന്തതയിൽ പല രാത്രികളിലും അവൾ കണ്ണീർ വാർത്തുറങ്ങി. അവളുടെ കണ്ണീരിന്റെ വില മനസ്സിലാക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നഗരത്തിലെ ഏറ്റവും പ്രശസ്തവും വിലപിടിപ്പുള്ളതുമായ ഒരു 5 സ്റ്റാർ ക്ലബിൽ അന്ന് പോലീസ് വകുപ്പിന്റെ വിപുലമായ വാർഷിക വിരുന്ന് നടക്കുകയായിരുന്നു. വർണ്ണാഭമായ വിളക്കുകളും വിലയേറിയ വിദേശ മദ്യത്തിന്റെ ഗന്ധവും നേർത്ത പാശ്ചാത്യ സംഗീതവും ആ അന്തരീക്ഷത്തെ തികച്ചും രാജകീയമാക്കിയിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ ഭാര്യമാരും നഗരത്തിലെ വൻകിട ബിസിനസ്സുകാരും പങ്കെടുത്ത ആ വലിയ സദസ്സിലേക്ക് തീരെ താല്പര്യമില്ലാതെയാണ് അരവിന്ദ് ഗൗരിയെയും കൂട്ടിയെത്തിയത്. അമ്മയുടെ നിരന്തരമായ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു അവൻ അതിന് തയ്യാറായത്. ഒരു സാധാരണ പട്ടുസാരി ഉടുത്ത് ലളിതമായ ആഭരണങ്ങൾ ധരിച്ച ഗൗരി ആ പരിഷ്കൃത സമൂഹത്തിന് മുൻപിൽ തീർത്തും ഒരു അപരിചിതയെ പോലെ ഭയന്നു വിറച്ചു നിന്നു. ആധുനിക വസ്ത്രങ്ങൾ ധരിച്ച് ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷിൽ സംസാരിച്ച് ചിരിച്ചുല്ലസിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥരുടെ ഭാര്യമാർക്കിടയിൽ താൻ എത്രത്തോളം ചെറുതാണെന്ന അപകർഷതാബോധം അവളെ വല്ലാതെ വേട്ടയാടി. അവൾ അരവിന്ദിന്റെ പിന്നിലായി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു കോണിലേക്ക് ഒതുങ്ങി നിൽക്കാൻ ശ്രമിച്ചു. എന്നാൽ വിധി അവൾക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. പാർട്ടിക്കിടെ നഗരത്തിലെ പോലീസ് കമ്മീഷണറുടെ ഭാര്യയും പ്രശസ്തയായ ഒരു വനിതാ ബിസിനസ്സുകാരിയും ഗൗരിയുടെ അടുത്തേക്ക് വന്നു. അതിസമ്പന്നതയുടെ പ്രൗഢി മുഴുവൻ പ്രകടമാക്കുന്ന അവർ ഗൗരിയെ നോക്കി വളരെ വേഗത്തിൽ ഇംഗ്ലീഷിൽ എന്തോ ചോദിച്ചു. അതുവരെ പങ്കെടുത്തിട്ടില്ലാത്ത ഒരു വലിയ സദസ്സിന് നടുവിൽ നിൽക്കുന്ന ഗൗരിക്ക് ആ ചോദ്യം കേട്ടതും നെഞ്ചിടിപ്പ് കൂടി. കൈകൾ വിയർത്തു, തൊണ്ടയിൽ വെള്ളം വറ്റി. അവൾ എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിന്നു. അവളുടെ പരിഭ്രമം കണ്ട അവർ വീണ്ടും ഇംഗ്ലീഷിൽ തന്നെ ചോദ്യം ആവർത്തിച്ചു. ഒടുവിൽ ഗൗരി വളരെ വിനയത്തോടെ വിറയ്ക്കുന്ന കൈകൾ കൂപ്പിക്കൊണ്ട് തനി മലയാളത്തിൽ പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ആ നിമിഷം അവിടെ വലിയൊരു നിശബ്ദത പരന്നു. ഹൈ സൊസൈറ്റി മനുഷ്യർക്കിടയിൽ ആ വാക്കുകൾ ഒരു അപഹാസ്യമായി മുഴങ്ങി. ചുറ്റും നിന്നിരുന്ന ചിലർ പരസ്പരം നോക്കി അർത്ഥഗർഭമായി പുഞ്ചിരിച്ചു. മറ്റു ചിലർ മുഖം പൊത്തി ചിരിച്ചു. ഇത്രയും വലിയൊരു IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യ ഇത്രയും നിരക്ഷരയും ഗ്രാമീണയുമാണോ എന്ന അവരുടെ അടക്കം പറച്ചിലുകൾ അരവിന്ദിന്റെ ചെവികളിലും എത്തി. പുരുഷാഹങ്കാരത്തിനും അധികാരത്തിന്റെ ലഹരിക്കുമേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു അത്. അവിടെ വെച്ച് ഒരുവിധം നിയന്ത്രണം പാലിച്ചെങ്കിലും അവന്റെ ഉള്ളിൽ അപമാനഭാരത്താൽ വലിയൊരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. പാർട്ടി കഴിഞ്ഞ് രാത്രി വൈകി അവർ വീട്ടിലെത്തി. വീടിന്റെ വാതിലടഞ്ഞതും അരവിന്ദിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണു. അതുവരെ അടക്കി വെച്ചിരുന്ന രോഷം മുഴുവൻ അവൻ ഗൗരിക്ക് നേരെ അഴിച്ചുവിട്ടു. വീട്ടുജോലിക്കാരുടെയും മാതാപിതാക്കളുടെയും മുന്നിലിട്ട് അവൻ അലറി, നീ ഒരു നിരക്ഷരയാണ്, ഒരു വിവരവുമില്ലാത്ത വെറുമൊരു ഗ്രാമീണ, എന്റെ പദവിക്കും സ്ഥാനത്തിനും ഒപ്പം നിൽക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്തവൾ. എന്റെ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഇന്ന് നീ കാരണം എന്റെ തല കുനിഞ്ഞു. എന്റെ ഈ തിളങ്ങുന്ന യൂണിഫോമിലെ ഏറ്റവും വലിയ കറയാണ് നീ. ഇനിയും നിന്നെയും ചുമന്നുകൊണ്ട് ഈ സമൂഹത്തിൽ അപഹാസ്യനായി ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഗൗരി ആക്രോശങ്ങൾ കേട്ട് തളർന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും അരവിന്ദ് അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അപമാനത്തിന്റെ ആ രാത്രി അവിടെ അവസാനിച്ചില്ല. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ അരവിന്ദ് ക്രൂരമായ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. ഒരു തുള്ളി പോലും ദയയില്ലാതെ വിവാഹമോചനത്തിനായുള്ള ഏകപക്ഷീയമായ കടലാസുകൾ അവൻ ഗൗരിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് തന്റെ കീഴുദ്യോഗസ്ഥരായ 2 പോലീസുകാരെ വിളിച്ചു വരുത്തി കർക്കശമായ സ്വരത്തിൽ ഉത്തരവിട്ടു, ഇവളെയും ഇവളുടെ പഴയ സാധനങ്ങളും വണ്ടിയിൽ കയറ്റി ആ ഹരിപുരം ഗ്രാമത്തിന്റെ അതിർത്തിയിൽ കൊണ്ടുപോയി തള്ളുക. ഇനി ഇവൾ ഈ വീടിന്റെ പടി ചവിട്ടാൻ പാടില്ല. ഗൗരി ആ വാക്കുകൾ കേട്ട് തരിച്ചുപോയി. അവൾക്ക് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയം പൊട്ടുന്ന വേദനയോടെ അവൾ ഓടിച്ചെന്ന് അരവിന്ദിന്റെ കാലുകളിൽ വീണു. പോലീസ് പൂട്ടിട്ട ആ കാലുകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു, അരവിന്ദേട്ടാ, എന്നോട് ക്ഷമിക്കൂ. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തത് എന്റെ തെറ്റാണോ? ഞാൻ നിരക്ഷരയാണെങ്കിൽ എന്നെ ഒന്ന് പഠിപ്പിക്കൂ. രാവും പകലും ഉറങ്ങാതിരുന്ന് ഞാൻ എല്ലാം പഠിച്ചോളാം.
നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ജീവിക്കാം. പക്ഷേ ദൈവത്തെ ഓർത്ത് എന്നെ ഇങ്ങനെ അപമാനിച്ച് പുറത്താക്കരുത്. എൻ്റെ അച്ഛൻ, ആ പാവം സങ്കടം താങ്ങില്ല. അവൾ കേണപേക്ഷിച്ചു. എന്നാൽ അധികാരത്തിന്റെ ലഹരി ഹൃദയം കരിങ്കലായി മാറിയ അരവിന്ദ് അവളെ കാൽ വെച്ച് തൊഴിച്ചു മാറ്റി. ഇവളെ വലിച്ചഴിച്ച് പുറത്താക്കൂ, അവൻ പോലീസുകാരോട് വീണ്ടും അലറി. പോലീസുകാർ അവളെ വലിച്ചഴിച്ച് ജീപ്പിലേക്ക് കയറ്റി. അവളുടെ പഴയ പെട്ടിയും അവർ വണ്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു. തന്റെ സുന്ദരമായ സ്വപ്നങ്ങളെല്ലാം ആ വലിയ വീടിന്റെ പടിവാതിൽക്കൽ തകർന്നു വീഴുന്നത് നോക്കി അവൾ വിതുമ്പി. പോലീസ് ജീപ്പ് ഹരിപുരം ഗ്രാമത്തിന്റെ പൊടിപിടിച്ച വഴികളിലൂടെ പാഞ്ഞു പോകുമ്പോൾ ഗൗരിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ജീപ്പ് നേരെ ചെന്ന് നിന്നത് അവളുടെ വീടിന് മുന്നിലായിരുന്നു. പോലീസുകാർ ഗൗരിയെയും അവളുടെ സാധനങ്ങളും ആ മുറ്റത്തേക്ക് തള്ളി താഴെയിട്ട് വേഗത്തിൽ വണ്ടി ഓടിച്ചു പോയി. ശബ്ദം കേട്ട് ഓടിക്കൂടിയ ഗ്രാമവാസികൾ ആ കാഴ്ച കണ്ട് സ്തംഭിച്ചു നിന്നു. വലിയ പോലീസുകാരന്റെ ഭാര്യയായി രാജ്യം ഭരിക്കാൻ പോയവളാണ്. 2 ദിവസം കൊണ്ട് കാക്കിക്കാരൻ അവളുടെ യഥാർത്ഥ സ്ഥാനം കാണിച്ചു കൊടുത്തു. ചുറ്റും നിന്നവർ അവളെ നോക്കി പരിഹസിച്ചു. നാട്ടുകാരുടെ പരിഹാസ വാക്കുകളും തന്റെ ജീവന്റെ പാതിയായ മകളുടെ ഈ ദയനീയ അവസ്ഥയും കണ്ട മാധവൻ നെഞ്ചുപൊട്ടി നിന്നുപോയി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ലോകമിരുളുന്നത് പോലെ തോന്നി. ഗൗരി ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്നാൽ സ്നേഹിച്ച പുരുഷൻ തള്ളിക്കളഞ്ഞ, സമൂഹം പരിഹസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായം അവിടെ തുടങ്ങുക മാത്രമായിരുന്നു. ഹരിപുരം ഗ്രാമത്തിലെ ആ ചെറിയ വീടിന്റെ മുറ്റത്ത് വീടുടഞ്ഞത് ഗൗരിയുടെ സ്വപ്നങ്ങൾ മാത്രമായിരുന്നില്ല. തന്റെ ജീവന്റെ പാതിയായ മകളെക്കുറിച്ച് ഒരച്ഛൻ കണ്ടിരുന്ന പ്രതീക്ഷകൾ കൂടിയായിരുന്നു. ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് സമൂഹം മുഴുവൻ പരിഹസിച്ചു ചിരിക്കുമ്പോൾ ഒരു നോക്കുകുത്തിയായി നിൽക്കാൻ മാത്രമേ ഗ്രാമവാസികൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. ഗൗരിയുടെ തിരിച്ചുവരവ് ആ കൊച്ചു ഗ്രാമത്തിൽ വലിയൊരു സംസാര വിഷയമായി മാറി. അവൾക്ക് എന്തെങ്കിലും കുഴപ്പമില്ലാതെ ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ അവളെ ഇറക്കി വിടില്ല എന്ന് ചിലർ അടക്കം പറഞ്ഞു. ഈ പരിഹാസ വാക്കുകൾ അമ്പുകൾ പോലെ ചെന്നു തറച്ചത് ആ പാവം അച്ഛന്റെ നെഞ്ചിലായിരുന്നു. സത്യസന്ധതയും അഭിമാനവും മാത്രം കൈമുതലാക്കി ജീവിച്ച മാധവനി തന്റെ മകൾ അനുഭവിക്കുന്ന ഈ വലിയ അപമാനം സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഗൗരി തിരിച്ചെത്തി കൃത്യം 3-ാം നാൾ രാത്രി ഹൃദയത്തിൽ അനുഭവപ്പെട്ട കടുത്ത വേദനയെ തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീണു. വൈദ്യസഹായം എത്തും മുൻപേ മകളുടെ നെഞ്ചിൽ കിടന്ന് ആ സ്നേഹനിധിയായ പിതാവ് അവസാന ശ്വാസം എടുത്തു. ആ രാത്രി ഗൗരിയുടെ നിലവിളികൾ ആ ഗ്രാമത്തിന്റെ നിശബ്ദതയെ കീറി മുറിച്ചു. ഇപ്പോൾ അവൾ ഈ ലോകത്ത് തികച്ചും ഒറ്റയ്ക്കായിരിക്കുന്നു. സംരക്ഷിക്കാൻ ഒരച്ഛനില്ല, സ്നേഹിക്കാൻ ഭർത്താവില്ല, ആശ്വസിപ്പിക്കാൻ സമൂഹവുമില്ല. താൻ ജനിച്ചു വളർന്ന നാട് പോലും അവളെ ഒരു ശാപമായാണ് നോക്കിക്കണ്ടത്. പിറ്റേന്ന് മാധവന്റെ ചിത കത്തിയേരിയുമ്പോൾ ഗൗരി അവിടെ തളർന്നിരിക്കുകയായിരുന്നു. കണ്ണീർ വറ്റി വരേണ്ട അവളുടെ കണ്ണുകളിൽ ശൂന്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദുരന്തങ്ങൾ ഒരു മനുഷ്യനെ തളർത്തുക മാത്രമല്ല, ചിലപ്പോഴൊക്കെ അവരിലെ ഉറങ്ങിക്കിടക്കുന്ന അസാമാന്യമായ ശക്തിയെ ഉണർത്തുകയും ചെയ്യും. ചിതയിലെ തീജ്വാലകൾക്ക് നേരെ നോക്കിയിരുന്ന ആ നിമിഷം ഗൗരിയുടെ ഉള്ളിലെ നിസ്സഹായായ ഗ്രാമീണ പെൺകുട്ടി മരിക്കുകയായിരുന്നു. പകരം അവിടെ അപമാനങ്ങളുടെ തീച്ചൂളയെ സ്ഫുടം ചെയ്തെടുത്ത മറ്റൊരുവൾ ജനിച്ചു. ചിതയിലെ ചൂടുള്ള ഭസ്മം കയ്യിലെടുത്ത് ആകാശത്തേക്ക് നോക്കി അവൾ ഒരു വലിയ പ്രതിജ്ഞയെടുത്തു. ഇനി ഒരിക്കലും ഈ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീഴില്ല. ഈ സമൂഹത്തിനും പ്രത്യേകിച്ചും അധികാരത്തിന്റെ അഹങ്കാരത്തിൽ എന്നെ ചവിട്ടി പുറത്താക്കിയ ആ മനുഷ്യന് മുന്നിൽ ഞാൻ ജീവിച്ചു കാണിക്കും. അയാളേക്കാൾ വലിയൊരു പദവിയിൽ ഞാൻ എത്തിച്ചേരും. അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഗൗരി ഒരു വലിയ തീരുമാനമെടുത്തു. ഈ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് തനിക്ക് ഇനി ഒന്നും നേടാനാവില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. താനും അച്ഛനും ജീവിച്ചിരുന്ന ആ വീട് അവൾ തുച്ഛമായ വിലയ്ക്ക് വിറ്റു. ആ പണവുമായി അവൾ നേരെ പോയത് നഗരത്തിലേക്കാണ്. അവിടെ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഒരു ചെറിയ ചേരിയോട് ചേർന്നുള്ള ഇടുങ്ങിയതും ഇരുണ്ടതുമായ ഒരു മുറി അവൾ വാടകയ്ക്കെടുത്തു. പകൽ സമയങ്ങളിൽ പോലും വെളിച്ചം കടക്കാത്ത ആ മുറിയിലായിരുന്നു അവളുടെ പുതിയ ജീവിതം ആരംഭിച്ചത്. നിയമം പഠിക്കുക, നീതിയുടെ ഏറ്റവും ഉയർന്ന കസേരയിൽ ഇരിക്കുക, അതായിരുന്നു അവളുടെ ഏക ലക്ഷ്യം. ആ വലിയ പദവിയിൽ ഇരിക്കുന്നവർക്ക് ഭാഷയോ പണമോ അല്ല, മറിച്ച് സത്യവും നീതിയും മാത്രമാണ് പ്രധാനമെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഗൗരിയെ സംബന്ധിച്ചിടത്തോളം ആ യാത്ര ഒരു വലിയ മല കയറുന്നതിന് തുല്യമായിരുന്നു. നിയമ പഠനത്തിന്റെ വലിയ വലിയ പുസ്തകങ്ങളെല്ലാം ഇംഗ്ലീഷിലായിരുന്നു. മലയാളം മീഡിയത്തിൽ മാത്രം പഠിച്ചു വളർന്ന അവൾക്ക് ആ പുസ്തകങ്ങളിലെ ഓരോ വരികളും മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. ഒരു വാക്കിന്റെ അർത്ഥം കണ്ടെത്താൻ അവൾ മണിക്കൂറുകളോളം ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു മറിച്ചു നോക്കി. രാപ്പകലില്ലാതെ അവൾ ആ ഇരുണ്ട മുറിയിൽ മെഴുകുതിരി വെട്ടത്തിലിരുന്ന് പഠിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ വകുപ്പുകളും മറ്റ് നിയമസംഹിതകളും അവൾ ഹൃദിസ്ഥമാക്കി. പുസ്തകങ്ങളിലെ ഓരോ താളും അവൾ കണ്ണീരും വിയർപ്പും കൊണ്ടാണ് വായിച്ചു തീർത്തത്. ജീവിത ചിലവുകൾക്കും പുസ്തകങ്ങൾ വാങ്ങാനുമുള്ള പണം കണ്ടെത്താൻ അവൾ പകൽ സമയങ്ങളിൽ ആ ചേരിയിലുള്ള ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു. അതിൽ നിന്നും ലഭിച്ചിരുന്ന തുച്ഛമായ വരുമാനം അവളുടെ വിശപ്പടക്കാൻ പര്യാപ്തമായിരുന്നില്ല. പല ദിവസങ്ങളിലും ഒരു നേരത്തെ ഭക്ഷണം മാത്രമായിരുന്നു അവൾ കഴിച്ചിരുന്നത്. വിശപ്പും ക്ഷീണവും കാരണം ഉറക്കം വരുമ്പോൾ അവൾ മുഖത്ത് പച്ചവെള്ളം തളിക്കും. ആ നിമിഷങ്ങളിൽ അവളുടെ ഓർമ്മകളിലേക്ക് ഓടിയെത്തുക ആ ഭയാനകമായ രാത്രിയായിരിക്കും. ഭർത്താവിന്റെ ക്രൂരമായ വാക്കുകളും തന്നെ ചവിട്ടി പുറത്താക്കിയ
ആ പോലീസുകാരുടെ ബൂട്ടുകളുടെ ശബ്ദവും ആ ഓർമ്മകൾ നൽകുന്ന വാശിയിൽ അവൾ വീണ്ടും പുസ്തകങ്ങളിലേക്ക് മുഖം പൂഴ്ത്തും. വിശ്രമമില്ലാത്ത ആ 5 വർഷങ്ങൾ ഗൗരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തപസ്സായിരുന്നു. ഒരു പുതിയ വസ്ത്രം പോലുമില്ലാതെ ഉത്സവങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ പോകാതെ ഒരു സന്യാസിയെ പോലെ അവൾ പഠിച്ചു. അവളിലെ ലക്ഷ്യബോധം അത്രത്തോളം വലുതായതുകൊണ്ട് തന്നെ ലോ കോളേജിൽ നിയമപഠനത്തിൽ അവൾ 1ാം റാങ്ക് കരസ്ഥമാക്കി. അതിനുശേഷം അവൾ ജുഡീഷ്യൽ സർവീസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും ഗൗരിയുടെ മുറിയിലെ ആ ചെറിയ വിളക്ക് എപ്പോഴും കത്തുനിൽപ്പുണ്ടായിരുന്നു. പ്രതികാരമല്ല, മറിച്ച് തന്റെ നഷ്ടപ്പെട്ട അഭിമാനം തിരികെ പിടിക്കാനുള്ള ഒരു പെൺകുട്ടിയുടെ അചഞ്ചലമായ പോരാട്ടമായിരുന്നു ആ 4 ചുവരുകൾക്കുള്ളിൽ നടന്നിരുന്നത്. കാലത്തിന്റെ ചക്രം അവർക്കായി വലിയൊരു കാവ്യനീതി കാത്തുവെച്ചിട്ടുണ്ടായിരുന്നുവെന്ന് അവൾ പോലും അറിഞ്ഞിരുന്നില്ല. നീതിപീഠത്തിന്റെ ഏറ്റവും ഉയർന്ന പടവുകളിലേക്ക് ആ ഗ്രാമീണ പെൺകുട്ടി നടന്നു കയറാൻ തുടങ്ങുകയായിരുന്നു. 5 വർഷങ്ങൾ. ഒരു മനുഷ്യന്റെ ജീവിതത്തെ അടിമുടി മാറ്റാൻ ആ കാലയളവ് ധാരാളമായിരുന്നു. ഗൗരിയുടെ കാര്യത്തിൽ അത് വെറുമൊരു മാറ്റമായിരുന്നില്ല, മറിച്ച് ഒരു പുനർജന്മം തന്നെയായിരുന്നു. ഉറക്കമൊഴിഞ്ഞ രാത്രികൾക്കും പട്ടിണി കിടന്ന പകലുകൾക്കും ഒടുവിൽ ആ സുദിനം വന്നെത്തി. സംസ്ഥാന ജുഡീഷ്യൽ സർവീസ് പരീക്ഷയുടെ അന്തിമ ഫലം പ്രഖ്യാപിക്കുന്ന ദിവസം. പത്രങ്ങളിലും ഇന്റർനെറ്റിലും വന്ന ആ നീണ്ട ലിസ്റ്റിൽ ഏറ്റവും മുകളിലായി സ്വർണ്ണലിപികളിൽ ആ പേരുണ്ടായിരുന്നു. 1ാം റാങ്ക് ഗൗരി മാധവൻ. അതെ, തന്നെ നിരക്ഷരയെന്നും ഗ്രാമീണയെന്നും വിളിച്ച് അപമാനിച്ചവർക്ക് മുന്നിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന മാർക്കോടെ അവൾ ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഈ വിജയ വാർത്ത കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അത് സങ്കടം കൊണ്ടായിരുന്നില്ല, തന്റെ അച്ഛന് നൽകിയ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യം കൊണ്ടായിരുന്നു. വിധിയുടെ വിളയാട്ടം അവിടെയും അവസാനിച്ചിരുന്നില്ല. ഗൗരിയുടെ ആദ്യത്തെ പോസ്റ്റിംഗ് ഉത്തരവിൽ ഹൈക്കോടതി രജിസ്ട്രാർ ഒപ്പുവെച്ചപ്പോൾ കാലം വലിയൊരു നാടകത്തിന് തിരശ്ശീല ഉയർത്തുകയായിരുന്നു. അവൾക്ക് നിയമനം ലഭിച്ചത് അതേ നഗരത്തിലെ പ്രധാന കോടതിയിലായിരുന്നു. എവിടെ വെച്ചാണോ 5 വർഷം മുമ്പ് അവൾ അപമാനിക്കപ്പെട്ട് ഇറക്കിവിടപ്പെട്ടത്. മാത്രമല്ല, അവളെ അന്ന് ചവിട്ടി പുറത്താക്കിയ മുൻ ഭർത്താവ് അരവിന്ദ് ഇപ്പോൾ അതേ നഗരത്തിലെ ഏറ്റവും ശക്തനായ പോലീസ് മേധാവിയായി വിലസുകയായിരുന്നു. മറുവശത്ത് ഈ 5 വർഷങ്ങൾക്കിടയിൽ അരവിന്ദിന്റെ അധികാരഗർവും അഹങ്കാരവും അതിന്റെ പാരമ്യത്തിൽ എത്തിയിരുന്നു. കാക്കി യൂണിഫോമിന്റെ ബലത്തിൽ അവൻ രാഷ്ട്രീയക്കാരെയും സാധാരണക്കാരെയും ഒരുപോലെ പുച്ഛിച്ചു. നിയമം എന്നത് തന്റെ കയ്യിലെ വെറുമൊരു കളിപ്പാട്ടമാണെന്ന് അവൻ അഹങ്കരിച്ചു. എന്നാൽ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ പതനം ആരംഭിക്കുന്നത്. അരവിന്ദിന്റെ അമിതമായ അധികാര പ്രയോഗങ്ങൾ അവന് ഒട്ടേറെ ശത്രുക്കളെ സൃഷ്ടിച്ചു. ഒടുവിൽ ചില രാഷ്ട്രീയ എതിരാളികളും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും ചേർന്ന് അവനെതിരെ വളരെ തന്ത്രപരമായ ഒരു വലിയ കെണിയൊരുക്കി. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, അധികാര ദുർവിനിയോഗം, ഒരു നിരപരാധിയെ കള്ളക്കേസിൽ കുടുക്കി ലോക്കപ്പിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതിലൂടെയുണ്ടായ മനുഷ്യാവകാശ ലംഘനം എന്നിങ്ങനെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ അവനുമേൽ ചുമത്തപ്പെട്ടു. കേസ് വളരെ പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി മാറി. സർക്കാരിന് കടുത്ത സമ്മർദ്ദമുണ്ടായി. ഒടുവിൽ അടിയന്തരമായി അരവിന്ദിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനും വിജിലൻസ് അന്വേഷണത്തിനും ഉത്തരവിട്ടു. അധികാരത്തിന്റെ കൊടുമുടിയിൽ ഇരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥനെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്ത ദിവസം നഗരം മുഴുവൻ അമ്പരപ്പോടെയാണ് നോക്കി നിന്നത്. അതൊരു തിങ്കളാഴ്ചയായിരുന്നു. നഗരത്തിലെ ജില്ലാ കോടതി സമുച്ചയം കാലത്ത് മുതൽ തന്നെ ജനനിബിഡമായിരുന്നു. വക്കീലന്മാരും മാധ്യമപ്രവർത്തകരും പോലീസുകാരും സാധാരണ ജനങ്ങളും അടങ്ങുന്ന വലിയൊരു ആൾക്കൂട്ടം അവിടെ തടിച്ചുകൂടിയിരുന്നു. ഒരിക്കൽ ഈ നഗരത്തെ വിറപ്പിച്ച ഏറ്റവും അഹങ്കാരിയായ ആ വലിയ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു സാധാരണ കുറ്റവാളിയെ പോലെ കോടതിയിൽ ഹാജരാക്കുന്നത് കാണാൻ എല്ലാവർക്കും തിടുക്കമായിരുന്നു. കൃത്യം ഉച്ചയ്ക്ക് 2 മണിക്ക് സായുധരായ പോലീസുകാരുടെ നടുവിലൂടെ അരവിന്ദിനെ കോടതി മുറിയിലേക്ക് കൊണ്ടുവന്നു. അവന്റെ കൈകളിൽ വിലങ്ങുകൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം മുഴുവൻ തകർന്നടിഞ്ഞിരുന്നു. എപ്പോഴും ആകാശത്തേക്ക് ഉയർന്നു നിന്നിരുന്ന അവന്റെ ശിരസ് ഇന്ന് ഭൂമിയിലേക്ക് താഴ്ന്നിരുന്നു. വടിവത്ത രൂപത്തിൽ നിന്നിരുന്ന ആ കാക്കി യൂണിഫോം ഇപ്പോൾ ജീവനില്ലാത്ത ഒരു തുണിക്കഷ്ണം പോലെ അവന്റെ ശരീരത്തിൽ തൂങ്ങിക്കിടന്നു. അവന്റെ മുഖത്ത് ഭയവും അപമാനവും നേളിച്ചു നിന്നു. കോടതി മുറിയിലെ അന്തരീക്ഷം വളരെ ഗൗരവമേറിയതായിരുന്നു. കോടതി ഉദ്യോഗസ്ഥന്റെ ഉച്ചത്തിലുള്ള ശബ്ദം മുഴങ്ങി. കേസ് നമ്പർ 402, സർക്കാർ വേഴ്സസ് അരവിന്ദ്, പ്രതി ഹാജരാകുക. ആ ശബ്ദം കേട്ടതും പോലീസുകാർ അരവിന്ദിനെ മുന്നോട്ട് നയിച്ചു. കോടതിയുടെ ഒത്ത നടുവിലായി നിർമ്മിച്ചിരിക്കുന്ന മരവും ഇരുമ്പും കൊണ്ടുള്ള ആ ചെറിയ പ്രതിക്കൂട്ടിലേക്ക് അവൻ കയറി നിൽക്കേണ്ടി വന്നു. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ എത്രയോ പാവങ്ങളെയും നിരപരാധികളെയും ഭയപ്പെടുത്തി നിർത്തിയിട്ടുള്ള അതേ പ്രതിക്കൂട്ടിൽ ഇന്ന് താൻ തന്നെ ഒരു നിസ്സഹായനായ കുറ്റവാളിയായി നിൽക്കേണ്ടി വരുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവന്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു. ഭയം കൊണ്ട് ശരീരം വിറയ്ക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് കോടതിയുടെ പിൻവാതിൽ തുറക്കപ്പെട്ടത്. ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ്. കോടതി മുൻപാകെ ഉദ്യോഗസ്ഥന്റെ ശബ്ദം മുഴങ്ങിയതും കോടതി മുറിയിലുണ്ടായിരുന്ന വക്കീലന്മാരും പോലീസുകാരും പൊതുജനങ്ങളും തികഞ്ഞ ബഹുമാനത്തോടെ തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. കനത്ത നിശബ്ദത ആ വലിയ മുറിയിൽ തളം കെട്ടി നിന്നു. ഭയം നിറഞ്ഞ മനസ്സോടെ അരവിന്ദ് പതുക്കെ തലയുയർത്തി. ചുവന്ന വെൽവെറ്റ് വിരിച്ച നീതിപീഠത്തിലെ ഏറ്റവും ഉയർന്ന ആ കസേരയിലേക്ക് നോക്കി.
ആ നിമിഷം അരവിന്ദിന്റെ കാലുകൾക്ക് താഴെ നിന്നും ഭൂമി ഒന്നാകെ പിളർന്നു മാറുന്നതുപോലെ അവന് തോന്നി. അവന്റെ തലച്ചോറിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. കണ്ണുകൾ വിടർന്നു. തൊണ്ടയിൽ വെള്ളം വറ്റി. പ്രതിക്കൂട്ടിലെ ആ ഇരുമ്പഴിയിൽ അവൻ അറിയാതെ മുറുകെ പിടിച്ചുപോയി. അവന്റെ ചുണ്ടുകൾ വിറച്ചുകൊണ്ട് അറിയാതെ ഒരു പേര് ഉച്ചരിച്ചു. ഗൗരി. അതെ, ആ ഉയർന്ന നീതിപീഠത്തിൽ കറുത്ത ഗൗണും വെളുത്ത ബാൻഡും ധരിച്ച് അതുല്യമായ പ്രഭയോടെയും ഗാംഭീര്യത്തോടെയും ഇരിക്കുന്നത് ഗൗരിയായിരുന്നു. 5 വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതിന്റെ പേരിൽ താൻ ഗ്രാമീണയെന്നും നിരക്ഷരയെന്നും വിളിച്ച് അർദ്ധരാത്രിയിൽ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ അതേ ഗൗരി. അന്ന് ഭയന്നു വിറച്ചിരുന്ന ഒരു നാട്ടിൻപുറത്തുകാരിയുടെ മുഖമായിരുന്നില്ല ഇപ്പോൾ അവൾക്ക്. ഇന്ത്യയുടെ ഭരണഘടനയുടെയും നിയമത്തിന്റെയും കാവലാളായി, സത്യത്തിന്റെ മൂർത്തിമദ്ഭാവമായി അവൾ അവിടെ പ്രകാശിച്ചു നിന്നു. അവളുടെ കണ്ണുകളിൽ അവനോടുള്ള പ്രതികാരത്തിന്റെ തീപ്പൊരികൾ ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒരു യഥാർത്ഥ ന്യായാധിപന്റെ നിഷ്പക്ഷതയും ശാന്തതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാലമൊരുക്കിയ ഈ മഹാവിസ്മയത്തിന് മുന്നിൽ ആ അഹങ്കാരിയായ പുരുഷൻ ശ്വാസം വിടാൻ പോലും മറന്ന് ശില പോലെ നിശ്ചലനായി നിന്നു. ഒരിക്കൽ തന്റെ കാൽക്കീഴിൽ വെറുമൊരു പൊടിയായി അവൻ കരുതിയവരുടെ വിരത്തുമ്പിലാണ് ഇപ്പോൾ അവന്റെ ജീവിതവും സ്വാതന്ത്ര്യവും ഇരിക്കുന്നത് എന്ന വലിയ സത്യം അവനെ നോക്കി കൊഞ്ഞനം കുത്തുകയായിരുന്നു. കോടതി മുറിയിലെ നിശബ്ദതയ്ക്ക് അപ്പോൾ 1000 കൊടുങ്കാറ്റുകളുടെ ശക്തിയുണ്ടായിരുന്നു. താൻ എന്തിന്റെ പേരിലാണോ അഹങ്കരിച്ചത്, ആ അധികാരവും പ്രതാപവും ഒരു നോക്കുകുത്തിയായി മാറി. താൻ വെറുത്തുപേക്ഷിച്ച പെണ്ണിന്റെ കാൽക്കീഴിൽ അഭയം തേടി നിൽക്കേണ്ടി വന്ന ഒരു പുരുഷന്റെ ദയനീയതയും നിസ്സഹായതയും അരവിന്ദിന്റെ കണ്ണുകളിൽ പ്രകടമായിരുന്നു. എന്നാൽ ആ ഉയർന്ന നീതിപീഠത്തിലിരുന്ന ഗൗരിയുടെ മുഖത്ത് യാതൊരുവിധ ഭാവമാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല. മുൻകാലങ്ങളിലെ സങ്കടങ്ങളോ തന്നെ ദ്രോഹിച്ചവനോടുള്ള പ്രതികാരവാഞ്ചയോ ആ മുഖത്ത് നേളിച്ചില്ല. അവിടെ ഉണ്ടായിരുന്നത് സത്യസന്ധയായ ഒരു ന്യായാധിപതിയുടെ തിളക്കവും ഉറച്ച ഗാംഭീര്യവും മാത്രമായിരുന്നു. അരവിന്ദിന് വേണ്ടി ഹാജരായത് നഗരത്തിലെ ഏറ്റവും പ്രശസ്തനും വിലപിടിപ്പുള്ളതുമായ ഒരു ക്രിമിനൽ വക്കീലായിരുന്നു. അദ്ദേഹം വളരെ നാടകീയമായി കോടതിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ വാദങ്ങൾ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ എന്റെ കക്ഷിയായ ഈ ഉദ്യോഗസ്ഥൻ എക്കാലത്തും നിയമം മാത്രം പാലിച്ചു പ്രവർത്തിച്ചിട്ടുള്ള സത്യസന്ധതയോടെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഈ നഗരത്തിലെ ചില വൻകിട മാഫിയകളും അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരും അവരുടെ ശിങ്കിടികളും ചേർന്ന് എന്റെ കക്ഷിക്കെതിരെ വളരെ ബോധപൂർവം ചമച്ചെടുത്ത ഒരു കള്ളക്കേസാണിത്. വിജിലൻസ് സമർപ്പിച്ചിട്ടുള്ള തെളിവുകളും സാക്ഷിമൊഴികളും കെട്ടിച്ചമച്ചതും അടിസ്ഥാനരഹിതവുമാണ്. ഒരു ദേശീയ ഉദ്യോഗസ്ഥന്റെ സൽപ്പേര് നശിപ്പിക്കാനുള്ള ശ്രമമാണിത്. അതുകൊണ്ട് ഈ വ്യാജ കേസ് ഇവിടെ വെച്ച് തന്നെ തള്ളിക്കളയണമെന്നും എന്റെ കക്ഷിയെ ഈ കോടതി നിരുപാധികം വിട്ടയക്കണമെന്നും അപേക്ഷിക്കുന്നു. വക്കീൽ തന്റെ നിയമപരമായ എല്ലാ പഴുതുകളും വൈദഗ്ധ്യവും ഉപയോഗിച്ച് അരവിന്ദിനെ ജയിലിൽ നിന്നും രക്ഷിക്കാൻ വാദിച്ചു. ഗൗരി വളരെ ശാന്തമായി അങ്ങേയറ്റത്തെ ക്ഷമയോടെ ആ വാദങ്ങളെല്ലാം കേട്ടിരുന്നു. അവൾ തന്റെ മുൻപിലിരുന്ന പോലീസ് കേസ് ഡയറിയുടെയും വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെയും താളുകൾ ഓരോന്നായി മറിച്ചു നോക്കി. നിശബ്ദത തളം കെട്ടി നിന്ന ആ കോടതി മുറിയിൽ കടലാസുകളും അറിയുന്ന ശബ്ദം മാത്രമാണ് കേൾക്കാൻ കഴിഞ്ഞിരുന്നത്. ആ നിമിഷങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിന്നിരുന്ന അരവിന്ദിന്റെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നത് പോലെ അവന് തോന്നി. നെറ്റിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഊർന്നു വീണു. ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. ഫയലുകൾ വിശദമായി പരിശോധിച്ച ശേഷം ഗൗരി തന്റെ നോട്ടം വക്കീലിന് നേരെയും തുടർന്ന് അരവിന്ദിന് നേരെയും തിരിച്ചു. എന്നിട്ട് വളരെ ഗൗരവമേറിയ എന്നാൽ കണിശതയുള്ള ശബ്ദത്തിൽ വിധി പ്രസ്താവിക്കാൻ തുടങ്ങി. പ്രതിഭാഗം വക്കീലിന്റെ വാദങ്ങളും പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകളും ഈ കോടതി വിശദമായി പരിശോധിച്ചു. പ്രതിയായ അരവിന്ദിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ പര്യാപ്തമായ യാതൊരുവിധ തെളിവുകളും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. സാക്ഷിമൊഴികളും രേഖകളും പരസ്പര വിരുദ്ധവും കെട്ടിച്ചമച്ചതുമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. വ്യക്തിവൈരാഗ്യത്തിന്റെയും ഗൂഢാലോചനയുടെയും അടിസ്ഥാനത്തിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ വ്യാജമായി ഉണ്ടാക്കിയതാണ് ഈ കേസെന്ന് വ്യക്തമാണ്. അതിനാൽ നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പാലിച്ച് സംശയത്തിന്റെ ആനുകൂല്യം നൽകി ഈ കേസിൽ നിന്നും പ്രതി അരവിന്ദിനെ ഈ കോടതി കുറ്റവിമുക്തനാക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ അടിയന്തരമായി പിൻവലിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. ഈ കേസ് ഇവിടെ തള്ളിക്കളയുന്നു. ഈ വിധി കേട്ടതും കോടതി മുറിയിൽ വക്കീലന്മാരുടെ കരഘോഷം മുഴങ്ങി. അരവിന്ദിന്റെ അടഞ്ഞുപോയ ശ്വാസം നേരെ വീണു. ജീവിതം തിരികെ കിട്ടിയതിന്റെ വലിയൊരു ആശ്വാസത്തിൽ അവൻ ദീർഘമായി നിശ്വസിച്ചു. ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അവൾ തന്നോട് പ്രതികാരം ചെയ്തില്ലല്ലോ എന്നോർത്ത് സമാധാനത്തോടെ അവൻ ആ ഇടുങ്ങിയ പ്രതിക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് കാലെടുത്ത് വെക്കാൻ തുനിഞ്ഞു. പെട്ടെന്നാണ് മൈക്കിലൂടെ ഗൗരിയുടെ ശബ്ദം വീണ്ടും മുഴങ്ങിയത്. മിസ്റ്റർ അരവിന്ദ്, ഒരു നിമിഷം അവിടെ നിൽക്കൂ. കോടതി മുറി വീണ്ടും പൂർണ്ണമായും നിശബ്ദമായി. അമ്പരപ്പോടെ ജനങ്ങൾ ശ്വാസം അടക്കി പിടിച്ചു. ഗൗരി തന്റെ നീതിപീഠത്തിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് നിന്നു. മേശയിൽ ഇരുകൈകളും ഊന്നി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അരവിന്ദിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ വായിച്ചത് ഈ രാജ്യത്തെ നിയമത്തിന്റെ വിധിയാണ്. അത് പൂർണ്ണമായിരിക്കുന്നു. കാരണം തെളിവുകൾ നിങ്ങൾക്ക് എതിരായിരുന്നില്ല. എന്നാൽ ഈ നീതിപീഠത്തിന്റെ ഔദ്യോഗികതയ്ക്ക് അപ്പുറം ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലും എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. 5 വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അറിയാത്തതിന്റെ പേരിലും വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാത്തതിന്റെ പേരിലും നിങ്ങളുടെ ഹൈ സൊസൈറ്റി സ്റ്റാറ്റസിൽ ചേരാത്തവളായതിന്റെ പേരിലും നിങ്ങൾ എന്നെ നിരക്ഷരയെന്നും ഗ്രാമീണയെന്നും വിളിച്ച് പാതിരാത്രിയിൽ ഒരു മൃഗത്തെ പോലെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു.
അന്നത്തെ നിങ്ങളുടെ ആ അഹങ്കാരമാണ് എന്റെ പാവമച്ഛന്റെ ജീവൻ എടുത്തത്. ഒരു നാട്ടിൻ പുറത്തുകാരിയായ പെൺകുട്ടി നിങ്ങളില്ലാതെ മണ്ണോട് മണ്ണായി തീരുമെന്ന് നിങ്ങൾ അഹങ്കരിച്ചു. ഗൗരിയുടെ കണ്ണുകളിൽ അഭിമാനത്തിന്റെ കണ്ണീരുണ്ടായിരുന്നു. അവൾ തുടർന്നു, അന്ന് നിങ്ങളുടെ കാൽക്കീഴിലെ വെറുമൊരു പൊടിയായിരുന്ന അതേ പെൺകുട്ടിയുടെ കൈകളിലൂടെയാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ ഭരണഘടന നിങ്ങൾക്ക് നീതി വാങ്ങി തന്നത്. ഒരു സാധാരണ സ്ത്രീയെ പോലെ പ്രതികാര ചിന്തയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നതെങ്കിൽ എന്റെ ഈ പദവിയും അധികാരവും ദുരുപയോഗം ചെയ്ത് കള്ളത്തെളിവുകൾ ശരിവെച്ച് എനിക്ക് നിങ്ങളെ നേരിട്ട് ജയിലടക്കാമായിരുന്നു. നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി തകർക്കാമായിരുന്നു. എന്നാൽ എന്റെ ഗ്രാമത്തിലെ ആ പച്ചമണ്ണും എന്റെ അച്ഛൻ എനിക്ക് നൽകിയ സംസ്കാരവും പട്ടിണി കിടന്നുള്ള എന്റെ പോരാട്ടവും എന്നെ പഠിപ്പിച്ചത് മറ്റൊന്നാണ്. നീതി എന്നത് ഒരിക്കലും സ്വന്തം പ്രതികാരം തീർക്കാനുള്ള ആയുധമല്ല, മറിച്ച് മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും വലിയ ശത്രുവാണെങ്കിൽ പോലും സത്യത്തിന്റെ പക്ഷത്ത് മാത്രം നിൽക്കുക എന്നതാണ്. കോടതി മുറിയിലെ ഓരോരുത്തരും ആ വാക്കുകൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു. ഗൗരി തുടർന്നു, മിസ്റ്റർ അരവിന്ദ്, വലിയ വലിയ ഡിഗ്രികൾ നേടുന്നതോ ഉന്നത പദവികളിൽ ഇരിക്കുന്നതോ ഇംഗ്ലീഷിൽ അനർഗളം സംസാരിക്കുന്നതോ അല്ല യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കണം. സഹജീവികളോട് കരുണ കാണിക്കാനും സ്നേഹിക്കുന്നവരുടെ ത്യാഗങ്ങളെ വിലമതിക്കാനും ഈ ലോകത്തെ ഏറ്റവും പാവപ്പെട്ടവന്റെയും നിസ്സഹായന്റെയും അഭിമാനത്തെ മാനിക്കാനും കഴിയുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നത് അന്ന് നിങ്ങൾ പരിഹസിച്ച ആ നിരക്ഷരയോ ഗ്രാമീണയോ ആയിട്ടല്ല, മറിച്ച് ഈ രാജ്യത്തെ മഹത്തായ ഭരണഘടനയുടെ സത്യസന്ധമായ അഭിമാനമുള്ള ഒരു കാവലാളായിട്ടാണ്. അന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തന്ന സ്ഥാനം ഇന്ന് കാലം നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ കാണിച്ചു തന്നിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് പോകാം. ഗൗരിയുടെ വായിൽ നിന്ന് വീണ ഓരോ വാക്കുകളും ചുട്ടുപഴുത്ത ഇരുമ്പുതണ്ട് പോലെ അരവിന്ദിന്റെ ഹൃദയത്തെ തലച്ചോറിനെയും കീറിമുറിച്ചു. അവന്റെ ശരീരമാസകലം വിറയ്ക്കാൻ തുടങ്ങി. യഥാർത്ഥ നിരക്ഷരനും വിവരദോഷിയും അന്ധനും താനാണെന്ന ഭയാനകമായ സത്യം തന്റെ ജീവിതത്തിൽ ആദ്യമായി അവൻ തിരിച്ചറിഞ്ഞു. ഇത്രയും വലിയ പദവിയിലിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടും മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും വില മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് അവൻ ഓർത്തു. സംസ്കാരത്തിന്റെ കാര്യത്തിൽ ആ ഗ്രാമീണ പെൺകുട്ടിക്ക് മുന്നിൽ താനൊരു യാചകനേക്കാൾ താഴെയാണെന്ന് അവന് ബോധ്യമായി. യാതൊരു ഭാവവ്യത്യാസമില്ലാതെ രാജകീയ ഗാംഭീര്യത്തോടെ ജഡ്ജി ഗൗരി തന്റെ ചേംബറിലേക്ക് തിരികെ നടന്നുപോയി. ആ വലിയ കോടതി മുറിയിലെ തണുത്ത തറയിൽ സകലരെ നോക്കി നിൽക്കെ അഹങ്കാരിയായ ആ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ മുട്ടുകുത്തി വീണു. പശ്ചാത്താപത്തിന്റെയും കടുത്ത അപമാനഭാരത്തിന്റെയും കണ്ണീർ അവന്റെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി ഒഴുകി. അവൻ തന്റെ അഹങ്കാരത്തിന്റെ ലഹരിയിൽ ഈ ലോകത്ത് തനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്തായ ഒരു ദേവിയെ പോലെയുള്ള ഭാര്യയാണ് എന്നേക്കുമായി വലിച്ചെറിഞ്ഞത്. ഇനി ഒരു ജന്മം കൊണ്ടും അത് തിരികെ നേടാനാവില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അഹങ്കാരത്തിന്റെ പതനവും ആത്മവിശ്വാസത്തിന്റെ ഗംഭീര വിജയം വിളിച്ചോതിക്കൊണ്ട് കാലം തന്റെ ഏറ്റവും വലിയ കാവ്യനീതി അവിടെ നടപ്പിലാക്കിയിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ അർത്ഥം ബിരുദ സർട്ടിഫിക്കറ്റുകളിലല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ ഉള്ളിലെ നന്മയിലാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അധികാരത്തിന്റെ ഇരുൾവഴികളിലൂടെ നടന്ന ആ കഥ അവിടെ പൂർണ്ണമാവുകയായിരുന്നു. കാലം എന്ന മഹാസത്യം മനുഷ്യന്റെ അഹങ്കാരത്തിന്മേൽ എക്കാലത്തും നടപ്പിലാക്കുന്ന ഏറ്റവും മനോഹരമായ കാവ്യനീതിയാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം എന്നത് വെറുമൊരു കടലാസ് കഷ്ണത്തിലോ നഗരത്തിന്റെ ചമയങ്ങളിലോ അല്ലെങ്കിൽ അന്യഭാഷാ പാണ്ഡിത്യത്തിലോ ഒതുങ്ങുന്ന ഒന്നല്ല എന്ന വലിയ തിരിച്ചറിവാണ് ഗൗരിയുടെ ജീവിതം വരച്ചു കാട്ടുന്നത്. അഹങ്കാരം കൊണ്ട് അന്ധനായ ഒരു മനുഷ്യൻ തന്റെ പദവിയുടെയും അധികാരത്തിന്റെയും ഒത്തുപിടിച്ച് ഒരു പാവം പെൺകുട്ടിയുടെ കണ്ണുനീരിനെ ഇലയിടാതിരുന്നപ്പോൾ അവൻ അറിയാതെ പോകുന്നത് സ്വന്തം പതനത്തിന്റെ ആഴങ്ങളിലേക്കാണ്. യഥാർത്ഥ നിരക്ഷരത അക്ഷരങ്ങൾ അറിയാത്തതല്ല, മറിച്ച് സഹജീവികളോട് കരുണ കാണിക്കാൻ കഴിയാത്ത, സ്നേഹത്തിന്റെ വിലയറിയാത്ത ഇരുണ്ട മനസ്സിന്റെ അവസ്ഥയാണ്. തളർത്തിക്കളയാൻ ശ്രമിച്ചവന് മുന്നിൽ തകർന്നു പോകാതെ സ്വന്തം കണ്ണീരിനെ പോലും ആയുധമാക്കി മാറ്റിയ ഗൗരി പ്രതിനിധീകരിക്കുന്നത് ലോകത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും അടങ്ങാത്ത ഇച്ഛാശക്തിയെയാണ്. പ്രതികാരം എന്നത് ശത്രുവിനെ ഇല്ലാതാക്കലല്ല, മറിച്ച് അവനേക്കാൾ എത്രയോ ഉയരങ്ങളിൽ എത്തിച്ചേർന്ന് അവനെ സ്വന്തം തെറ്റുകളുടെയും കുറവുകളുടെയും മുൻപിൽ ഒരു യാചകനെ പോലെ നിർത്തിക്കൊണ്ട് അവന് മാപ്പ് നൽകുന്നതാണ് എന്ന് അവൾ കാട്ടിത്തരുന്നു. താൻ വലിച്ചെറിഞ്ഞവളുടെ കാൽ കീഴിൽ സ്വന്തം ജീവനും യാചിച്ചു നിൽക്കേണ്ടി വന്ന അരവിന്ദിന്റെ അവസ്ഥ എത്ര വലിയ പദവിയായാലും മനുഷ്യൻ വിനയമുള്ളവനായിരിക്കണമെന്ന പ്രപഞ്ച സത്യത്തെ അരക്കിട്ടുറപ്പിക്കുന്നു. ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നതൊന്നും അവസാനമല്ലെന്നും അവിടെ നിന്നാണ് ഏറ്റവും വലിയ കുതിച്ചുചാട്ടങ്ങൾ തുടങ്ങേണ്ടതെന്നും ഈ കഥ നമ്മോട് സംവദിക്കുന്നു. പുറമേ കാണുന്ന ആഡംബരങ്ങളല്ല, മറിച്ച് ഉള്ളിലെ നന്മയും കഠിനാധ്വാനവും സത്യസന്ധതയുമാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ ഉന്നതനാക്കുന്നത്. പ്രിയമുള്ളവരെ, അതിജീവനത്തിന്റെയും കാവ്യനീതിയുടെയും ഈ കഥ നിങ്ങളുടെ ഹൃദയതന്ത്രികളെ സ്പർശിച്ചുവെങ്കിൽ ആ സ്നേഹത്തിന്റെ അടയാളമായി ഒരു ലൈക്ക് നൽകി ഈ അക്ഷരങ്ങളെ അനുഗ്രഹിക്കുക. ഈ കഥ നിങ്ങളുടെ ഉള്ളിലുണർത്തിയ ചിന്തകളും വികാരങ്ങളും കേവലം ഒരു മൗനത്തിൽ ഒതുക്കാതെ താഴെ കമന്റുകളായി കുറിച്ചിടുക. കാരണം നിങ്ങളുടെ ഓരോ വാക്കുകളും വരാനിരിക്കുന്ന പുതിയ കഥകൾക്ക് നൽകുന്ന ജീവവായുവാണ്. നന്മയുടെയും ഇച്ഛാശക്തിയുടെയും ഇത്തരം പാഠങ്ങൾ സമൂഹത്തിൽ ഇനിയും ഒരുപാട് പേരിലേക്ക് പടർന്നു പന്തലിക്കാൻ
ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവെച്ച് ഇതിനൊരു വലിയ സ്വീകാര്യത നൽകി ഈ യാത്രയെ പിന്തുണയ്ക്കുക. ഒപ്പം അക്ഷരങ്ങളുടെയും ആശയങ്ങളുടെയും ഈ മനോഹര ലോകത്ത് എക്കാലത്തും ഞങ്ങളുടെ ഒരു സഹയാത്രികനാകാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൃദയം കൊണ്ട് ഞങ്ങളോട് ചേർന്ന് നിൽക്കുക. സ്നേഹം, നന്മ, സത്യം എന്നിവയെക്കാളും എക്കാലത്തും കാത്തുവെക്കട്ടെ.